ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിപ്പോൾ മത്തി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. എൻ്റെ ഒരു സബ്സ്ക്രൈബറുടെ ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. മത്തി ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഇടാമോ എന്ന് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എനിക്കിവിടെ കുഞ്ഞമത്തി ആണ് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ ചെറിയ മത്തി. ഈ ചെറിയ മത്തി ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ ഞാൻ ഇന്നിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിത് അവിടെ ഒരു മത്തി എടുത്തിട്ടുണ്ട്. ആ മത്തി നമുക്ക് കത്തി ഉപയോഗിച്ചിട്ടാണ് ക്ലീൻ ചെയ്യുന്നത്. മത്തിയുടെ വാൽഭാഗത്ത് നിന്ന് തന്നെ മുകളിലേക്ക് നമുക്കിതിൻ്റെ ചുണങ്ങൊക്കെ ഒന്ന് ചുരണ്ടി കൊടുക്കാം. ഇത് ഫ്രീസറിൽ വെച്ച മത്തി ആയതുകൊണ്ട് തണുപ്പ് ശരിക്കും വിട്ടിട്ടില്ല, അതുകൊണ്ട് ചുണങ്ങൊക്കെ ചുരണ്ടിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് ഉണ്ട്. അപ്പം നമ്മൾ മത്തിയൊക്കെ നന്നായിട്ട് തണുപ്പ് വിട്ടതിന് ശേഷം ചുരണ്ടിയെടുക്കുകയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ചുണങ്ങൊക്കെ പോയിക്കോളും. ഇപ്പോൾ ഇതാ കത്തി ഉപയോഗിച്ച് ഞാൻ ഇവിടെ രണ്ടു ഭാഗത്തും ചുണങ്ങൊക്കെ നീക്കം ചെയ്തിട്ടുണ്ട്. ഇനി ഇതാ ഇതിൻ്റെ അറ്റത്തുള്ള ഈ വാല് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മത്തിയുടെ സൈഡിലൊക്കെ നല്ല ചെകിളകളൊക്കെ ഉണ്ടാവും, അതും നമുക്ക് കത്തി കൊണ്ട് മുറിച്ചെടുക്കാം. അതുപോലെ ഞാൻ ഈ മത്തിയുടെ തല എടുക്കുന്നില്ല, കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ്. ഞാനിത് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മത്തി കട്ട് ചെയ്യുന്നത്, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ തല എടുക്കുന്നില്ല. ഞാൻ തല എടുക്കുന്നതും ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഈ വേസ്റ്റൊക്കെ നമുക്ക് കത്തി ഉപയോഗിച്ച് തന്നെ നീക്കം ചെയ്യാം. മീനിൻ്റെ ബ്ലഡെല്ലാം നമുക്ക് ഇതുപോലെ തന്നെ നീക്കം ചെയ്ത് കളയാം. അപ്പോൾ തന്നെ നന്നായിട്ട് കഴുകിയിട്ട് വരുമ്പോൾ മീൻ നന്നായിട്ട് വൃത്തിയായിട്ട് വരും. ഇപ്പം ഞാനൊരു മീൻ നന്നാക്കിയിട്ടുണ്ട്, ഇതുപോലെ തന്നെ ബാക്കിയുള്ള മീനും നന്നാക്കാം. ഇനി കത്തി ഉപയോഗിക്കാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ ഫിഷ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കത്രികയാണ് എടുത്തിരിക്കുന്നത്, ഫിഷ് കട്ടറാണ്. ഫിഷ് കട്ടർ വെച്ച് എങ്ങനെയാണ് നന്നാക്കുന്നത് നോക്കാം. ഇത് മീനിൻ്റെ വാൽഭാഗത്ത് നിന്ന് തന്നെ നമുക്ക് ചുടങ്ങിങ്ങനെ ചുരണ്ടിയെടുക്കാം. ഫിഷ് കട്ടർ കൊണ്ട് മീൻ നന്നാക്കുന്നതാണ് കുറച്ചും കൂടി എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ചെറിയ മീനൊക്കെ ആകുമ്പോൾ നമുക്ക് ഫിഷ് കട്ടർ കൊണ്ട് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. കത്തി ഉപയോഗിച്ച് സ്ഥിരമായിട്ട് മീൻ കട്ട് ചെയ്യുന്നവർക്ക് അതാവും എളുപ്പം. എന്നാൽ പുതിയ തലമുറയിൽപ്പെട്ട കുട്ടികൾക്കൊക്കെ ഫിഷ് കട്ടർ വലിയൊരു ഉപകാരം തന്നെയാണ്. കാരണം അധികം മീനൊന്നും കട്ട് ചെയ്യാൻ അറിയാത്തവർക്കും ഈ ഫിഷ് കട്ടർ വെച്ചിട്ട് വളരെ പെട്ടെന്ന് തന്നെ മീൻ കട്ട് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ചുണങ്ങ് പോക്കുന്ന സമയത്ത് തൊലി ഇളകി പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ ആ മത്തിയൊക്കെ ചുണങ്ങ് പോക്കുമ്പോൾ ചിലപ്പോൾ തൊലിയൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പം ഞാൻ ഇതിൻ്റെ വാൽഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലെ ഈ ചെകിളകളൊക്കെ ഒന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കട്ടർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഭാഗത്തുള്ള കുടലും മറ്റും നമുക്കിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ നമുക്ക് ഈ കത്രിക വെച്ചിട്ട് തന്നെ പോക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ട് വെള്ളത്തിലൊന്ന് കഴുകിയാൽ അത് നന്നായിട്ട് ക്ലീൻ ആയിട്ട് വന്നോളും. ഇതിൻ്റെ തലയ്ക്ക് ഉള്ളിലുള്ള ചികിളപ്പൂക്കളൊക്കെ പോക്കാം. ആവശ്യമുള്ളവർക്ക് അങ്ങനെ തന്നെ വയ്ക്കാം, അല്ലെങ്കിൽ അത് ചികിളപ്പൂക്കളൊക്കെ പോക്കി ക്ലീൻ ചെയ്തതിന് ശേഷം മത്തി ഉപയോഗിക്കാം. കറി വയ്ക്കുമ്പോൾ നമുക്ക് മത്തി ഇങ്ങനെ തലയോട് കൂടി ഇടുന്നതാണ് കൂടുതൽ നല്ലത്. ഇപ്പം രണ്ട് രീതിയിൽ ഞാൻ മത്തി ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കത്രിക വെച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ കത്തി വെച്ചിട്ടും കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇതാ ഞാൻ മീനെല്ലാം നന്നായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി വെട്ടിയെടുത്തിട്ടുള്ള മീനെല്ലാം നമുക്ക് നന്നാക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഈ മീനും കല്ലുപ്പും തമ്മിൽ നന്നാക്കി ഉരച്ച് കഴുകിയെടുക്കണം. ഞാൻ അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, എന്നിട്ട് നന്നാക്കി കഴുകിയെടുക്കുക. ഇങ്ങനെ കഴുകിയെടുക്കുമ്പോൾ ആ മീനിലുള്ള അഴുക്കെല്ലാം വേഗത്തിൽ പോയിട്ട് മീൻ നന്നായിട്ട് ഫ്രഷ് ആയിട്ട് വന്നോളും. ഇപ്പം അതാ ഞാൻ മീനൊന്ന് വരിഞ്ഞെടുക്കുകയാണ്. നമുക്ക് ഫ്രൈ ചെയ്യാനൊക്കെ ആണെങ്കിൽ മീൻ ഇതുപോലെ ഒന്ന് വരിഞ്ഞിട്ട് നമുക്ക് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ച് ഫ്രൈ ചെയ്യുന്നതാണ് നല്ലത്. കറി വയ്ക്കാനാണെന്ന് വെച്ചാൽ ഇതുപോലെ തല ഇടിച്ചിട്ട് കറി വയ്ക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.